ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഫോൾട്ട് എന്ന മൂവിയാണ്. വളരെ പ്രശസ്തമായ ഒരു നോവലിനെ ആസ്പദമാക്കിയെടുത്ത ഈ മൂവി ആകട്ടെ ഒരു പ്രണയകഥയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നോവ എന്ന പേരുള്ള 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവള് തന്റെ അമ്മയായ റാഫേലയുടെ പുതിയ ഹസ്ബൻഡായ വില്യംസിന്റെ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി പോവുകയാണ്. പെട്ടിയെല്ലാം തന്നെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം അവൾ അവളുടെയും അവളുടെ അച്ഛന്റെയും ഫോട്ടോയിലേക്ക് നോക്കുന്നു. ഒരു കാർ റേസിംഗ് മത്സരത്തിൽ വിജയിച്ചപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു അത്. അവൾക്ക് ഈ വീടും റൂമും തന്നെ വിട്ടുപോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ വില്യംസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയെല്ലാം തന്നെ റാഫേല നോവയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്യംസിന് ഒരു മകൻ കൂടിയുണ്ട്. അവന്റെ പേര് നിക്ക് എന്നാണ്. നിന്റെ സ്റ്റെപ്പ് ബ്രദർ ആയിരിക്കും അവൻ. അതുകൊണ്ട് നല്ലപോലെ അവിടെ നീ പെരുമാറണം. നോവയ്ക്ക് ഇങ്ങോട്ട് താമസം മാറുന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തന്റെ ബോയ് ഫ്രണ്ട് ഡാനിനെയും തന്റെ ഫ്രണ്ട്സിനെയും എല്ലാം വിട്ടിട്ട് വരുന്നതിലായിരുന്നു. അങ്ങനെ അവർ വില്യംസിന്റെ വീട്ടിലെത്തി. എന്നാൽ ശരിക്കും ആ വീട് കണ്ട് നോവ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലുതായിരുന്നു ആ വീട്. ഒരുപാട് ജോലിക്കാർ അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം പെട്ടി എടുക്കാൻ നേരത്ത് അവരാകട്ടെ വന്ന് നോവയുടെ കയ്യിൽ നിന്നും ആ പെട്ടി വാങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അവള് പറയുന്നുണ്ട്, എന്നെ ആരും സഹായിക്കേണ്ട, ഞാൻ തന്നെ എടുത്തുകൊള്ളാമെന്ന്. വീടിനുള്ളിൽ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂള് പോലും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. നോവയ്ക്ക് താമസിക്കാൻ അതിഗംഭീരമായ ഒരു മുറി തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. ബീച്ച് സൈഡിലേക്ക് ബാൽക്കണി ഉള്ളൊരു റൂം അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈനർ വസ്ത്രങ്ങളും അവരവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. റാഫേല പോകുന്നതിന് മുമ്പ് അവളോട് പറയുന്നുണ്ട്, നിക്കിനെ കാണുവാണെങ്കിൽ നീ നല്ലപോലെ സംസാരിക്കണമെന്ന്, അല്ലാതെ വെറുതെ വഴക്കിനൊന്നും നിൽക്കരുത്. റാഫേല പോയി കഴിഞ്ഞാൽ അവൾ കുറച്ചുനേരം ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോഴാകട്ടെ തൊട്ടപ്പുറത്തെ റൂമിലെ ബാൽക്കണിയിൽ നിക്ക് നിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുന്ന കാണുന്നു. ചെടികൾക്കിടയിലൂടെ അവന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നോവയ്ക്ക് അവളുടെ ഫ്രണ്ടിന്റെ കോള് വരുന്നു. അവള് പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ പഴയ റൂമും വീടും എല്ലാം ശരിക്കും മിസ് ചെയ്യുന്നു. ഈ പണക്കാരുടെ വീടൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് അവൾ ഫ്രിഡ്ജ് പോയി തുറക്കുന്നു. അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാൻഡ്വിച്ച് ഇല്ലായിരുന്നു. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാൻഡ്വിച്ച് പോലും ഇല്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ ആ ഫ്രിഡ്ജ് അടയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു പയ്യൻ നിൽക്കുന്നത്. നീ ആരാന്ന് അവൾ ചോദിച്ചതും അവൻ പറയുന്നുണ്ട്, നീയാണല്ലേ എന്റെ അച്ഛന്റെ പുതിയ ഭാര്യയുടെ മകൾ. അത് കേട്ടതും അവൾക്ക് മനസ്സിലായി അത് നിക്കാണെന്ന്. അവനെ അധികം മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നു. അതെടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് അവിടെ ഒരു നായ നിൽക്കുന്നത് കാണുന്നത്. അവൾ ശരിക്കും പേടിച്ച് അവന്റെ പിറകിലേക്ക് മാറി ഒളിച്ചു. നിക്കിന്റെ പെറ്റ് ഡോഗായ തോറായിരുന്നു അത്. ഒന്നുകിൽ നീ ഈ നായ അടിച്ചിവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. എന്നാൽ നിക്ക് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്നെ തല്ലിക്കഴിഞ്ഞാൽ തോർ നിന്നെ ആക്രമിക്കുമെന്ന്. അത്രയും ക്ലോസ് ആയിട്ട് അവൻ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്സ് വരാൻ തുടങ്ങി. നിക്ക് അവളോട് പറയുന്നുണ്ട്, എന്റെ പുതിയ സ്റ്റെപ്പ് സിസ്റ്റർ എന്തായാലും കൊള്ളാമെന്ന്. ഞാൻ നിന്റെ സിസ്റ്റർ ഒന്നും അല്ലാന്ന് അവൾ തിരിച്ചു പറയുന്നു. ഇവിടേക്ക് വന്ന വില്യം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് വൈകിട്ട് ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. എല്ലാവരും പോയി റെഡി ആയിട്ട് വാ. റൂമിലേക്ക് ചെന്ന നോവയാകട്ടെ നിക്കിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും റെഡിയായി താഴേക്ക് വന്നു. നോവയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ അവർ കൊടുത്ത ഡിസൈനർ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സും ഇട്ടിട്ടാണ് അവൾ വന്നത്. റാഫേലയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വില്യം പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ. അങ്ങനെ റാഫേലയുടെയും വില്യമിന്റെ കൂടെ നോവ കയറി. നിക്ക് മറ്റൊരു കാറിലുമാണ് പോയിക്കൊണ്ടിരുന്നത്. കാറിലിരുന്നു കൊണ്ട് നോവ തന്റെ ബോയ് ഫ്രണ്ട് ഡാനിന് മെസ്സേജ് ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. നിക്ക് അവരുടെ സൈഡിലൂടെ കാറിൽ പാസ് ചെയ്ത് പോകാൻ നേരത്ത് അവളെ നോക്കി ചിരിക്കുന്നു. അവളും അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പാർട്ടിയിലെത്തി അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നോവയും നിക്കും പല കാര്യത്തിലും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വില്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനുള്ളവരാണ്. രണ്ടുപേരും ബ്രദറും സിസ്റ്ററുമാണ്. ആ രീതിയിൽ വേണം ജീവിക്കാൻ. ഇതൊക്കെ തലയാട്ടി സമ്മതിച്ചെങ്കിലും അവരതൊന്നും മനസ്സിൽ കാര്യമായിട്ട് എടുക്കാൻ നിന്നില്ല. നിക്ക് പറയുന്നുണ്ട്, തനിക്ക് തന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടിക്ക് പോകണം, ഞാൻ അതുകൊണ്ട് നേരത്തെ ഇറങ്ങുകയാണെന്ന്. നോവയും തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. വില്യം അവനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, പോകുന്ന വഴിക്ക് നോവയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെ അവളും നിക്കിന്റെ കൂടെ കാറിൽ കയറി പോകുന്നു. കാറിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങിയതോടുകൂടി നോവ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ നിനക്ക് മാനേഴ്സ് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന നിക്ക് അവളോട് കാറിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. അവൾ വിചാരിച്ചു അത് തമാശയ്ക്കാണെന്ന്. എന്നാൽ അവൻ സീരിയസ് ആയിരുന്നു. അവളെ പിടിച്ച് കാറിൽ നിന്നും പുറത്താക്കിയ ശേഷം അവൻ കാറും എടുത്തിട്ട് പോയി. റോഡിൽ ഒറ്റയ്ക്ക് നിന്ന നോവയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ലായിരുന്നു. നിക്കിന്റെ വീടിന്റെ അഡ്രസ്സും അവൾക്കറിയില്ല. അവളുടെ ഫോണിലാകട്ടെ ചാർജുമില്ല. ആ സമയത്ത് അതുവഴി ഒരു വണ്ടി വരുന്നു. മാരി എന്നൊരു പയ്യനായിരുന്നു ആ വണ്ടി ഓടിച്ചിരുന്നത്. അവൾ അവനോടൊരു ലിഫ്റ്റ് ചോദിക്കുന്നു. എവിടേക്കാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വീടിന്റെ അഡ്രസ്സ് അറിയില്ല. പക്ഷെ ആ നിക്കിന്റെ വീട് നിനക്കറിയാവോ, ആ വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നു. നീ അവിടെയാണോ താമസം എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അവന്റെ സ്റ്റെപ്പ് ബ്രദർ ആണെന്ന്. എന്നാ പിന്നെ നീ കയറിക്കോന്ന് മാരിയോ പറയുന്നു. നോവ കാറിൽ കയറിയതും അവൻ പറയുന്നുണ്ട്, നിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോയിരിക്കുകയല്ല, അവന്റെ പാർട്ടിക്ക് പോയിരിക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് തന്നെ ഞാനും പോകുന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ അവിടേക്ക് വരാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് തന്നെയാണ് നോവ പറയുന്നത്. പാർട്ടിയിലേക്ക് ചെന്ന് കയറാൻ നേരത്ത് മാരി അവളോട് പറയുന്നുണ്ട്, ഇവിടെ പല ഗ്യാങ്സും ഉണ്ട്, പലരും മോശക്കാരായിട്ടുള്ളവരാ. ആ ഓരോ ഗ്യാങ്സിനും ഓരോ തലവന്മാരുണ്ട്. ആ കാണുന്ന ഗ്യാങ്ങിന്റെ തലവനാണ് റോണി എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ തീരെ നല്ലവനല്ല. അവനുമായിട്ട് അധികം അടുക്കാനൊന്നും പോകണ്ട. അവള് നോക്കുമ്പോൾ നിക്കാകട്ടെ അവിടെയുള്ള ഗേൾസുമായിട്ടെല്ലാം കൂടി ചേർന്ന് നിന്ന് അവരിൽ ഓരോരുത്തരെയും കിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അവള് പോയി അവനെ ഒരു അടി അടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ വഴിയിൽ കളഞ്ഞിട്ട് വന്നതെന്ന്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാനിവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ അച്ഛൻ വില്യമിനോട് പോയി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നീ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പണി നിനക്ക് കിട്ടും. ഇവിടെയുള്ള എല്ലാ ഗേൾസും എന്റെ പിറകെ നടക്കുന്നവരാ. എനിക്ക് കുറച്ച് സമയം മതി നിന്നെ എന്റെ വലയിലാക്കാൻ. എന്നാൽ താൻ അങ്ങനത്തെ പെണ്ണല്ലെന്നാണ് നോവ പറയുന്നത്. എന്തായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്
നിക്ക് അവിടെ നിന്നും പോയി. ആ സമയത്ത് ജെന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വരുന്നു. ജെന്ന നോവയോട് പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ നിക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതെല്ലാം. എന്നിട്ട് നോവയും കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അതിനിടയിൽ ആ റോണിയും ഗ്യാങ്ങും ആകട്ടെ നോവയെ കണ്ടിരുന്നു. നിക്കിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് അവളെന്ന് മനസ്സിലാക്കിയതോടെ അവരാകട്ടെ അവൾക്കൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു കോക്ക് കൊടുക്കുന്നു. എന്നാൽ അതിലാകട്ടെ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ടുവന്ന നിക്കാകട്ടെ അവളുടെ കയ്യിൽ നിന്നും ആ കോക്ക് വാങ്ങി താഴേക്ക് കളയുന്നു. എന്നിട്ട് അവന്മാരെ അടിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് നോവയ്ക്ക് മനസ്സിലായില്ല. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ, സ്ഥിരമായിട്ട് പെൺകുട്ടികൾക്ക് കോക്കിലും മയക്കുമരുന്ന് കലർത്തി കൊടുക്കും. ഇത് മനസ്സിലായതും അവൾ പെട്ടെന്ന് അതെല്ലാം തുപ്പിക്കളയുന്നു. ഡ്രഗ്സ് തലയ്ക്ക് പിടിച്ച നോവയും കൊണ്ട് വേണം അവന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അവളാകട്ടെ ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആരും അറിയാതെ വേണം അവളെ വീടിനുള്ളിൽ കയറ്റാൻ. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ അവളുടെ റൂമിൽ അവളെ എത്തിച്ചു. ഉറക്കത്തിലും അവൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി അവന്. അവളുടെ കഴുത്തിലായിട്ടൊരു ടാറ്റു ഉണ്ടായിരുന്നു. അതുപോലൊരു ടാറ്റു അവന്റെ കയ്യിലും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന നോവയാകട്ടെ നിക്കുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തലേന്ന് രാത്രി എന്തൊക്കെയാ സംഭവിച്ചെന്ന് അവൾക്ക് ഓർമ്മയില്ല. അവൻ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് വരെ അവൾ പേടിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ അവളുടെ അമ്മ വന്ന് അവളോട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് നിക്ക് തലേന്ന് രാത്രി അവളുടെ ഫോണിൽ നിന്നും അവളുടെ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചിരുന്നുവെന്ന്. അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് തങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൾ ശരിക്കും രക്ഷപ്പെട്ടു. തലേന്ന് അവൾ എവിടെയാ പോയിരുന്നതെന്നൊന്നും തന്നെ അവരാരും ചോദിച്ചതുമില്ല. കുറെ കഴിഞ്ഞ് ഇവരെല്ലാം ബീച്ച് സൈഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവന്റെ ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ട് നോവ അറിയുന്നുണ്ട് അവൻ അന്ന് രാത്രി ഒരു കാർ റേസിംഗിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവിടെ കണ്ടപ്പോഴും നിക്കിൽ തന്നെയായിരുന്നു. അവനിലേക്ക് കൂടുതൽ അട്രാക്ട് ആവാൻ തുടങ്ങി അവള്. രാത്രി ആ കാർ റേസിംഗ് നടക്കുന്നിടത്തേക്ക് ജെന്നയുടെ കൂടെ നോവയും ചെല്ലുന്നു. നോവ അതിനിടയിലെല്ലാം തന്നെ അവളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു. കുറച്ച് ദിവസമായിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന്റെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെയും സ്റ്റോറി ഒന്നും തന്നെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരെ കുറിച്ച് ഒരനക്കവുമില്ല. അവൾ അങ്ങനെ ഓരോന്നാലോചിച്ച് ബാക്കിയുള്ളവരോടെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ നിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവള് മറ്റുള്ള ബോയ്സിനോട് സംസാരിക്കുന്ന ഒന്നും തന്നെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാർ റേസിംഗ് മത്സരം ആരംഭിച്ചു. ആദ്യത്തെ റൗണ്ട് അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയിച്ചത് നിക്കായിരുന്നു. ഇനിയും ബാക്കി 2 റൗണ്ട് കൂടിയുണ്ട്. എല്ലാവരും അവന് കൺഗ്രാറ്റ്സ് പറയുന്നു. നോവ അപ്പോഴാണ് തന്റെ ഫോണിൽ ഒരു ഫോട്ടോ വന്നത് ശ്രദ്ധിക്കുന്നത്. അവളുടെ മറ്റേതോ ഫ്രണ്ട് അയച്ചു കൊടുത്തതായിരുന്നു അത്. അവളുടെ ബോയ് ഫ്രണ്ടും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും തമ്മിലൊരു റിലേഷൻഷിപ്പിലാണ്. അവർ രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. തന്റെ ബോയ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും ചേർന്നിട്ട് തന്നെ ചീറ്റ് ചെയ്ത് ആലോചിച്ചിട്ട് അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇതുപോലൊരു പിക്ക് എടുത്ത് തനിക്കും ഇതുപോലെ അയച്ചു കൊടുക്കണമെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ഫോട്ടോയ്ക്ക് വേണ്ടി അവിടെ നിന്നിരുന്ന ഒരാളെ അവൾ കിസ് ചെയ്യുകയും അവനെ വിളിച്ചുകൊണ്ട് പുറത്തൊരു കാറിന്റെ അടുത്ത് പോയി എന്നിട്ട് കിസ് ചെയ്യുന്ന പോലെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യം വന്ന നിക്കാകട്ടെ അവനെ അടിക്കുന്നു. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. ഇതെന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അവളോട് കാറിൽ കയറിയിരിക്കെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് പറ്റില്ല, എനിക്കൊരാളെ കിസ് ചെയ്യുന്ന ഫോട്ടോ വേണമെന്ന്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒന്നും പറയുന്നില്ല. അവളുടെ കയ്യിലിരുന്ന ഫോണിലെ ഫോട്ടോ കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഫോട്ടോയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ വേറെ ആരെയും കിസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ അവൻ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ ഫോട്ടോസും എടുത്തിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ആരംഭമായിരുന്നു അത്. ആ സമയത്ത് അവിടെ രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയായിരുന്നു. അതിലാകട്ടെ റോണിയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട്. തൽക്കാലം അവളെ കാറിൽ കയറ്റി ഇരുത്തിയ ശേഷം അവനാകട്ടെ എങ്ങോട്ടോ പോകുന്നു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട്. നിക്കിനെ പോലെ തന്നെ നോവയ്ക്ക് നല്ലപോലെ കാർ റേസ് ചെയ്യാൻ അറിയാം. അവളുടെ അച്ഛനും ഒരു റേസറായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ വെറുതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് കയറിയിരിക്കുന്നു. ആ സമയത്താണ് അപ്പുറത്ത് റോണിയും ടീമും റേസിംഗിന് വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അവൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നു ഇവർ തമ്മിൽ ആ മത്സരം എന്ന്. റോണി ആകട്ടെ വന്ന് ഇവളെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ എന്റെ കൂടെ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചലഞ്ച് അവൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നിക്ക് വന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് ഇവർ രണ്ടുപേരും റേസിംഗ് ആരംഭിച്ചിരിക്കുന്നതാണ്. നോവ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ട് നിക്ക് ആകെ ദേഷ്യത്തിലായിരുന്നു. അവള് കാരണം താൻ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നുന്നു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ റേസിംഗില് അവള് തന്നെയാണ് വിജയിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും ബഹളം വെക്കാൻ തുടങ്ങി. നിക്കിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ റോണി വന്ന് പറയുന്നുണ്ട് ഈ മത്സരം അവൾ വിജയിച്ചതായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം നീ മത്സരിക്കേണ്ടടുത്താണ് അവള് മത്സരിച്ചത്. അതുകൊണ്ട് ഈ മത്സരം അസാധുവാക്കണം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ കാരണം അവർ ബെറ്റ് വെച്ച തുക മുഴുവൻ നിക്കാകട്ടെ റോണിക്ക് കൊടുക്കേണ്ടിയും വരുന്നു. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറും അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. നിക്ക് ആകെ സങ്കടത്തിലായി. എന്നാൽ ഇതൊന്നും അറിയാതെ മത്സരിക്കാൻ ഇറങ്ങി തിരിച്ച നോവയാകട്ടെ അവനോട് ഒരുപാട് സോറി പറയുന്നു. അതേസമയം റോണിയുടെ ഗ്യാങ്ങുമായിട്ട് ബാക്കിയുള്ളവർ വലിയ തർക്കത്തിലായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് നോവ ആകെ പേടിച്ച് തലയിൽ കൈയും കൊടുത്ത് താഴെ തന്നെ ഇരിക്കുന്നു. നിക്ക് നോക്കുമ്പോൾ ഇവളിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവന് ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇവക്ക് എന്ത് പറ്റിയെന്ന് ആലോചിക്കുകയാണ്. അവൾ അങ്ങനെ ഇരുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ചൈൽഡ്ഹുഡിൽ അവൾക്ക് ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. അവളെയും അയാൾ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അത് കാരണം ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ അവൾക്ക് ഇതുപോലെ വലിയ ടെൻഷൻ വരാറുണ്ട്. ഒരു വിധത്തിൽ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് നിക്ക് വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി അവൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. പക്ഷേ പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ഒന്നും തന്നെ നിക്കിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അവനെ വീട്ടിലെങ്ങും കാണുന്നുമില്ല. മാറുപോയ വിഷമം അവന് ഒരുപാടുണ്ട്. അവന്റെ മെസ്സേജിന് വേണ്ടി നോവ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിക്ക് 2 ദിവസമായി വന്നിട്ട് അവൻ എന്തായാലും ആ പാർട്ടിക്ക് വരാതിരിക്കില്ല എന്ന്. ഇന്ന് അവരൊരു പാർട്ടിക്ക് പോകാനിരിക്കുകയാണ്. നീ എന്തായാലും റെഡിയായി വാ. ആ പാർട്ടിയിലേക്ക് വരാൻ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ എന്തായാലും വരുമായിരിക്കും. എന്നാൽ നിക്കാകട്ടെ
ആ സമയം ഉണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ കുഞ്ഞനുജത്തിയുടെ അടുത്തായിരുന്നു. ആ കുട്ടിക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, എപ്പോഴും അസുഖമാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് 2 ദിവസത്തേക്ക് അവൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ നോവയാകട്ടെ നിക്കിനെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ആ പാർട്ടിക്ക് പോയെങ്കിലും ആ പാർട്ടിക്ക് നിക്ക് വന്നില്ല. അവൾക്ക് ആ പാർട്ടി ആകട്ടെ ആകെ ബോറായിട്ട് തോന്നി. വീട്ടിലെത്തിയ ശേഷം അവൾ കുറച്ചുനേരം TV കാണുകയായിരുന്നു. ആ സമയത്ത് നിക്ക് തിരിച്ചെത്തി അവളുടെ അടുത്തിരിക്കുന്നു. അവർ രണ്ടുപേരും കുറച്ചുനേരം ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ TVയിലാകട്ടെ വാറുന്ന ഹിന്ദി മൂവിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൽ കാറ് തിരിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ നിനക്കും കാറ് തിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അതിനുള്ള ട്രിക്കും അവളാകട്ടെ അവന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കുറച്ചുനേരം സംസാരിച്ചു കഴിയുമ്പോഴേക്കും അവളെ കിസ് ചെയ്യാൻ തോന്നിയിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നു. അവള് പറയുന്നു ഇതെല്ലാം തെറ്റല്ലേ എന്ന്. സ്റ്റെപ്പ് ബ്രദറും സിസ്റ്ററും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പാടുണ്ടോ? അവരും പറയുന്നുണ്ട് ശരിയാ, ഇതൊക്കെ തെറ്റാ. ഞാൻ ഇനി നിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നീ എന്നെ തടയണം. എന്നാൽ അവൾക്കറിയാമായിരുന്നു അവൾക്ക് ഒരിക്കലും അവനെ തടയാൻ കഴിയില്ല എന്ന്. പിറ്റേന്ന് രാവിലെ കാറ് ഒഴുകൊണ്ടുവന്ന നോവയുടെ അടുത്തേക്ക് അവളുടെ അമ്മ ഒരു സർപ്രൈസുമായിട്ടാണ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ഡാൻ ആയിരുന്നു. എന്നാൽ ഇത് കണ്ടതും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ തന്നെ ചീറ്റ് ചെയ്തതാണ്. ഇനി ഒരു റിലേഷൻഷിപ്പിന് അവൾക്ക് താല്പര്യമില്ല. എന്നാൽ അവളുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതേ ടൈമിൽ ഡാന്റെ കയ്യിൽ നോവയുടെയും നിക്കിന്റെയും കിസ് ചെയ്യുന്ന പിക്കുണ്ടായത് കൊണ്ട് തന്നെ നിക്ക് അധികം അവന്റെ മുൻപിലേക്ക് വരുന്നില്ല. കഴിവതും ഒളിച്ചു നിന്നു. അവൻ കാണാതെ നിക്ക് ആകട്ടെ നോവയെ പൂളിലേക്ക് വലിച്ചിടുന്നു. അവിടെ വെച്ച് അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ നിക്കിന്റെ ഫ്രണ്ട്സും അവനെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഡാനിനെ പലയിടത്തേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഡാൻ കാണുന്നുണ്ട് നോവ ആരുടെ കൂടെ നിൽക്കുന്നത്. ആരാണെന്ന് മാത്രം മുഖം വ്യക്തമായില്ല. കുറച്ചു കഴിയുമ്പോൾ നോവയ്ക്ക് ഒരു ബൊക്കെ വരുന്നു. അതിലാകട്ടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആരായിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല. അതിനിടയിൽ ഡെന്നാകട്ടെ അവളോട് വന്ന് കുറെ സോറിയൊക്കെ പറയുന്നു. എനിക്ക് വീണ്ടും നിന്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പിലാകാനാണ് താല്പര്യം. എന്നാൽ അവൾ അത് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ റോണിയുടെ ഗ്യാരേജ് നമ്മളെ കാണിക്കുന്നു. നിക്കിന്റെ കയ്യിൽ നിന്നും അവൻ സ്വന്തമാക്കിയ കാറും അവിടെയുണ്ട്. കൂടെ മറ്റൊരാളും. അയാൾ യഥാർത്ഥത്തിൽ നമ്മുടെ നോവയുടെ അച്ഛനായിരുന്നു. 5 ദിവസം മുമ്പേ അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതാണ്. നോവയെ അമ്മയെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അയാൾ ജയിലിലായത് തന്നെ. അതിനുശേഷം നിക്കാകട്ടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ആ പാർട്ടിയിലേക്ക് റോണിയും വരുന്നു. നിക്കിന്റെ കാറിലായിരുന്നു അവൻ വന്നത്. നിക്കിന് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ ചില വാക്കുതർക്കം ഉണ്ടാവുകയും ഇടയിൽ കലാശിക്കുകയും ചെയ്യുന്നു. എല്ലാം കാരണം ദേഷ്യം പിടിച്ച് അവൻ വീട്ടിലേക്ക് വന്നപ്പോഴാകട്ടെ നോവയുടെ റൂമിലേക്ക് കയറി പോകുന്ന ഡാനിനെയാണ് കാണുന്നത്. അതോടെ അവന്റെ ദേഷ്യം ഇരട്ടിയായി. അവൻ നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ നോവ അവിടെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. അപ്പോൾ ഡെൻ കയറി പോകുന്ന സമയത്ത് അവിടെ നോവയില്ല. അവൾ ഇവിടെ കിടന്നുറങ്ങുകയാണ്. അവളുടെ അടുത്തേക്ക് പോയിരുന്നപ്പോഴാണ് അവൻ കാണുന്നത് അവളുടെ വയറിന്റെ സൈഡിലായിട്ട് കത്തിക്കൊണ്ട് മുറിവേറ്റൊരു പാട്. അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിട്ട് അവളുടെ ഡ്രസ്സൊക്കെ അവൻ ശരിയാക്കി വെക്കുകയാണ്. എന്നാൽ ഉറക്കത്തില് തന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഡാനാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ ഒറ്റ ഇടിയിരിക്കുന്നു. ഇതുകൊണ്ട് നിക്ക് താഴേക്ക് വീണപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നിക്കാണെന്ന്. അവൾ ഒരുപാട് സോറി അവനോട് പറയുന്നു. ഞാനാണെന്ന് കരുതിയ ഞാൻ നിന്നെ ഇടിച്ചത്. കുറച്ചു കഴിയുമ്പോൾ ഡാൻ അവിടേക്ക് വരുന്നു. എന്നാൽ ഡാൻ ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നോവയുടെ കൂടെയുള്ളത് അവളുടെ ബോയ് ഫ്രണ്ട് മാത്രമല്ല അവളുടെ സ്റ്റെപ്പ് ബ്രദർ കൂടിയാണെന്ന്. പിറ്റേന്ന് നിക്കും നോവയും ഫ്രണ്ട്സും എല്ലാം ചേർന്ന് എവിടേക്കോ പോവുകയാണ്. എന്നാൽ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുന്ന നോവയെ കണ്ടിട്ട് നിക്കിന്റെ പഴയ ഗേൾ ഫ്രണ്ടിന് ദേഷ്യം വരുന്നു. നോവയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൾ മാരിയുടെ കൂടെ ബാക്കിലേക്ക് കയറിയിരിക്കുന്നു. താനിത് എങ്ങോട്ടാ പോകുന്നതെന്നോ എവിടെയാ ചെന്നിരിക്കുന്നതെന്നോ ഒന്നും തന്നെ നോവയ്ക്ക് അറിയില്ല. നിക്കിന്റെ കൂടെ അവള് വെറുതെ വന്നതാ. അവിടെ വെച്ച് അവർ കിസ് ചെയ്യുന്നു. അത് കണ്ടുകൊണ്ടാണ് ജെന്ന എവിടേക്ക് വരുന്നത്. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്ന് അവള് വെറുതെ ഒന്ന് തമാശയ്ക്ക് പറയുന്നു. ശരിക്കും അവര് വന്നിരിക്കുന്നത് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ ബെറ്റ് വെച്ചാണ് ആൾക്കാർ ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. കാശിന് വേണ്ടി ഇങ്ങനെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടതും അവൾക്ക് ആകെ ദേഷ്യം വരുന്നു. നോവയാകട്ടെ നിക്കിനോട് പറയുന്നുണ്ട് നീ ഇതിൽ പങ്കെടുക്കാൻ പോകണ്ട എന്ന്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അവൾ ആകെ ദേഷ്യം വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരമാണ് മാരി അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരമൊക്കെ സംസാരിച്ചു നിന്നിട്ട് മാരിയോ പതിയെ അവളെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്നത് കണ്ടതും നിക്ക് അവിടെ നിന്നും വന്ന് അവനെ ഇടിച്ച് താഴെ ഇടുന്നു. ഇവൻ ഈ ചെയ്തു കൂട്ടുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാരണം അവിടെ നിന്നും അവനോട് വഴക്കിട്ട് അവള് പോയി. പിന്നെ കുറച്ചു ദിവസത്തേക്ക് ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, പരസ്പരം സംസാരിക്കാറുമില്ല. നിക്കിന്റെ വഴിക്ക് നോവയുടെ വഴിക്ക്. അതിനിടയ്ക്ക് അവരാകട്ടെ അവൾക്കൊരു കാറും വാങ്ങിക്കൊടുത്ത് അവൾ ആ കാറുമായിട്ട് കറക്കമായിരുന്നു. ഇതിനിടെ അവൾക്ക് വീണ്ടും ആ ഭീഷണിപ്പെടുത്തുന്ന ബൊക്കകൾ വരാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന ലെറ്റേഴ്സ് എല്ലാം തന്നെ അവൾ ഒരു ബോക്സിലിട്ട് വെക്കുന്നു. നിക്കിന്റെ പഴയതെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ആകാൻ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ അയക്കുന്നതെന്നാണ് അവള് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് നിക്കിനോട് വില്യംസ് എല്ലാ കാര്യങ്ങളും പറയുന്നു. നോവയ്ക്കും നോവയുടെ അമ്മയ്ക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം. അവളുടെ അച്ഛൻ അവളുടെ അമ്മയെയും അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അയാള് നോവയെ കത്തിക്കൊണ്ട് കുത്തി. അത് കാരണമാണ് ജയിലിൽ പോയത് തന്നെ. ഇത് കേട്ടതും നിക്കിന് ഒരുപാട് വിഷമം വരാൻ തുടങ്ങി. കാരണം അതുകൊണ്ടാണ് അവൾ ആൾക്കാരെ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്. തന്നോടും അടിയുണ്ടാക്കാൻ പോകരുതെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അവളുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. താൻ വീണ്ടും അവളെ വേദനിപ്പിച്ചത് ശരിയായില്ല എന്ന് അവന് തോന്നി. അന്ന് വൈകുന്നേരം നോവ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയി. അവിടെ വെച്ച് അവൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്നും അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് നിക്കോ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചു നേരമായിട്ട് നോവയെ കാണുന്നില്ല. എന്നാൽ മദ്യപിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലിരുന്ന നോവയാകട്ടെ നിക്കിന്റെ പഴയ കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു കബോർഡിലിട്ട് പൂട്ടുന്നു. അവൾക്ക് അതിനുള്ളിൽ കയറിയതും വളരെയധികം ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പഴയ ഓർമ്മകളിൽ അവളുടെ മനസ്സിലേക്ക് വന്നു. അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ചതും അവളെ കത്തുകൊണ്ട് കുത്തിയതുമെല്ലാം. അതേസമയം തന്നെ അവളുടെ അച്ഛൻ പുറത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നോവയെ കാണാതെ ഉള്ളിലേക്ക് അന്വേഷിച്ചു വന്ന നിക്കാകട്ടെ കറക്റ്റ് സമയത്ത് അവളെ കബോർഡിൽ നിന്ന് രക്ഷിക്കുന്നു. നോവ
നോവയെ ആശ്വസിപ്പിച്ച് അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി അവൾ അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ കിടക്കാൻ, എനിക്ക് പേടിയാകുന്നുവെന്ന്. ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷമാണ് നോവ കിടന്നത്. അവനും തന്റെ ഷർട്ടെല്ലാം മാറ്റിയിട്ട് അവളുടെ അടുത്തോട്ട് ചേർന്ന് കിടന്നു. എന്നാൽ അവർ തമ്മിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. അവൻ അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ എല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ നിന്റെ മനസ്സിൽ ഈ പേടിയെല്ലാം മാറി റിലാക്സ് ആയ ശേഷം മതി അതെല്ലാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ വില്യം ആകട്ടെ ഇവളെ വിളിക്കാൻ വേണ്ടി ഇവളുടെ റൂമിലേക്ക് വന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അവർ തമ്മിൽ എന്തൊക്കെയോ നടന്നിരിക്കുന്നുവെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും അയാൾ തൽക്കാലം ചോദിക്കാൻ നിൽക്കുന്നില്ല. നിന്റെ സഹോദരിക്ക് തീരെ വയ്യ, മാഡിയുടെ അടുത്തേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം, അവൾ ഹോസ്പിറ്റലാണ്. അങ്ങനെ അവർ പെട്ടെന്ന് റെഡിയായി അവിടേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിലെത്തി മാഡിയൊക്കെ കണ്ടിട്ട് കുറച്ചുനേരം അവളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നിട്ട് തിരിച്ചവർ വീട്ടിലേക്ക് വരുന്നു. അവർ രണ്ടുപേരുടെ മനസ്സിൽ രാവിലെ അച്ഛൻ തങ്ങളെ ആ ഒരു സ്റ്റേജിൽ കണ്ടതിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു. അവരെ രണ്ടുപേരെയും അച്ഛനും അമ്മയും ചേർന്നിട്ട് പിരിക്കും. നമ്മുടെ മുൻപിൽ ഈ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. അവർ അന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്നു. അതോടെ അവരുടെ പ്രണയം കൂടുതൽ ആഴത്തിലാവുകയും അന്ന് രാത്രി മുഴുവൻ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അവർ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് നിക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. പക്ഷെ കറക്റ്റ് ആ സമയത്ത് റോണി അവിടേക്ക് വരികയും നോവയെ അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിക്ക് തിരിച്ചു വരുമ്പോൾ നോവ അവിടെ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്തോ സംഭവിച്ചു എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ അച്ഛനും അമ്മയോടും കാര്യമൊക്കെ പറഞ്ഞ് പോലീസിൽ അവർ വിവരം അറിയിക്കുകയും CCTV ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് റോണിയാണ് അവളെ കടത്തിക്കൊണ്ടുപോയതെന്ന്. യഥാർത്ഥത്തിൽ റോണിയുടെ സഹായത്താൽ നോവയുടെ അച്ഛൻ തന്നെയായിരുന്നു അവളെ കടത്തിക്കൊണ്ട് വന്നത്. അവളെ പണ്ട് കത്തിക്കൊണ്ട് കുത്തി അതിന്റെ പേരിൽ കേസെടുത്തത് കൊണ്ടാണ് അയാൾ ജയിലിൽ പോകേണ്ടി വന്നത്. അവരെന്ന് പരാതി കൊടുത്തതാണ് എല്ലാത്തിനും കാരണം. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളാകട്ടെ നോവയുടെ അമ്മയെ വിളിച്ചിട്ട് ഒരുപാട് ക്യാഷ് ആവശ്യപ്പെടുന്നു. മകളെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ ഈ ക്യാഷുമായിട്ട് ഞാൻ പറയുന്നിടത്ത് വരണം. അവരെന്ത് വില കൊടുത്തും മകളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അയാളുടെ ഡീലിനെല്ലാം ഓക്കെ പറയുന്നു. എന്നാൽ പോലീസുകാര് അവരുടെ കൂടെ സഹായത്തിനുണ്ടായിരുന്നു. ഇവിടെ അച്ഛനെ കണ്ട് പേടിച്ചിരിക്കുകയാണ് നോവ. അങ്ങനെ പണവുമായിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് അവരെത്തിയെങ്കിലും അയാൾ അതിനു മുൻപ് തന്നെ അവിടെ ഒരു ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം അയാൾ ഇവിടെ ഇരുന്ന് കേട്ടു. പോലീസിനെ അവർ വിവരമറിയിച്ച കാര്യവും പോലീസ് അവരുടെ ലൊക്കേഷൻ കണ്ടെത്തിയ കാര്യവും എല്ലാം തന്നെ അയാൾ മനസ്സിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ നോവയെ തോക്കുചൂണ്ടി പേടിപ്പിച്ച് അവളെ കൊണ്ട് തന്നെ കാർ ഡ്രൈവ് ചെയ്യിപ്പിച്ച് പോവുകയാണ്. ഇത് മനസ്സിലാക്കിയ നിക്കാകട്ടെ അവരെ ഫോളോ ചെയ്തു പോകുന്നു. പിന്നീട് അവിടെ വലിയൊരു കാർ റേസിംഗ് ആണ് നടക്കുന്നത്. അവസാനം നോവ എത്തിച്ചേരുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. അവൾ അവിടെ നിന്നും കാർ തിരിച്ചുവിടുന്നു. എന്നാൽ അതേ സമയത്ത് ഓപ്പോസിറ്റ് ദിശയിൽ നിക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ രണ്ടുപേരും ബ്രേക്ക് ചവിട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരേ സ്പീഡിൽ നിന്ന് തന്നെ രണ്ട് ദിശയിൽ നിന്നും വരികയാണ്. നീ എന്താ കാണിക്കുന്നത്, നമ്മളെ രണ്ടുപേരെ നീ കൊല്ലുമോ എന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശമായിരുന്നു. ദൂരെ നിന്ന് തന്നെ കണ്ണുകൊണ്ട് അവർ മറ്റൊരു ആക്ഷൻ കാണിച്ചിരുന്നു. അതായത് നേരത്തെ ഒരു മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇത്ര ഡിഗ്രി ആംഗിളിൽ കാർ ചരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാമെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അവരാകട്ടെ കാർ ആ രീതിയിൽ തിരിക്കുന്നു. അതിനിടെ തന്നെ നിക്ക് അവളോട് പെട്ടെന്ന് കുനിയാനും പറയുന്നുണ്ട്. നിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരിയാകട്ടെ ആ സമയത്ത് അവളുടെ അച്ഛനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ നോവ രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും അവരുടെ വീട്ടുകാരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് മനസ്സിലായ സ്ഥിതിക്ക് ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണമെന്നായിരുന്നു അവരുടെ മനസ്സിൽ. വീട്ടിലെത്തിയ നോവയാകട്ടെ നിക്കിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ പാടില്ല, അത് നമ്മുടെ കുടുംബത്തിന് മാനക്കേടാണെന്ന് അവർ ചിന്തിക്കുന്നു. അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ പേരൻസിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടായ യുവർ ഫാൾട്ട് എന്ന മൂവി ഈ അടുത്തിടെ റിലീസ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.